നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈയിടയ്ക്ക് ഞാൻ നടത്തിയ ഒരു യാത്രയെ പറ്റിയിട്ടാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു ട്രാവലോഗ് ഞാൻ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യാത്രാ വിവരണങ്ങളുടെ ഗുരുഭൂതനായ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഒരു നമസ്കാരം പറഞ്ഞിട്ട് ഞാൻ ദേ തുടങ്ങാണ്. ഇപ്പോൾ ജൂലൈ മാസം മുതൽ ഓഗസ്റ്റ് പകുതി വരെ ഞാൻ ലഡാക്ക് യാത്ര നടത്തി. ഒരു ഓൾ ഇന്ത്യ ഡ്രൈവ് ആയിരുന്നു. അറൗണ്ട് 8700 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയപ്പോൾ മുതൽ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പതുക്കെ ക്രിമികേട് തുടങ്ങി. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ കമ്പനി ഹോളിഡേ കലണ്ടർ നോക്കിയപ്പോൾ ഒക്ടോബർ മാസത്തിൽ ഫസ്റ്റ് വീക്കിൽ 2 ദിവസം ഹോളിഡേ. ഒക്ടോബർ 1-ാം തീയതി 2-ാം തീയതി വിജയദശമിയും, അതായത് ദസറയുടെ ഹോളിഡേയ്സും, പിന്നെ നമ്മുടെ ഗാന്ധി ജയന്തി. അപ്പം മുതൽ ചെറിയൊരു ആശയം മനസ്സിലുണ്ടായിരുന്നു. 2 ആഴ്ചയുടെ നടുക്ക് ഹോളിഡേ കിട്ടുകയാണ്. ഒരു 3 ദിവസം ലീവ് എടുത്താൽ നല്ലൊരു വെക്കേഷൻ ആവുമല്ലോ, എങ്ങോട്ട് പോവാം. പല രീതിയിൽ ഭ്രാന്ത് അങ്ങോട്ട് പോയി. ഈ ഭ്രാന്തിൻ്റെ പര്യവസാനം ഉണ്ടായത് സെപ്റ്റംബർ 9-ാം തീയതി ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മൊബൈൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോസ്റ്റലിൻ്റെ ആപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് നോക്കിയപ്പോൾ സോസ്റ്റൽ ട്രിപ്സ്, പ്രത്യേകിച്ച് അതിനകത്ത് സോസ്റ്റൽ ഇൻ്റർനാഷണൽ ട്രിപ്സ്, ഒന്ന് ഇന്ത്യ വിട്ടേക്കാന്ന് വിചാരിച്ചു. അത് നോക്കിയപ്പോഴാണ് നേപ്പാളിൽ അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രെക്ക്. അതിൻ്റെ ഡേറ്റ് നോക്കിയപ്പോൾ ഇറ്റ് വാസ് വർക്കിംഗ് ഓൺ വെരി വെൽ ഫോർ മീ. ഇത് സെപ്റ്റംബർ 28 മുതൽ 4th ഒക്ടോബർ വരെയുള്ള ട്രെക്ക്. 4 days അപ്പ് ടു അന്നപൂർണ ബേസ് ക്യാമ്പ്, 3 days ഡൗൺ, ഒരാഴ്ചത്തെ ട്രെക്ക്. ആലോചിച്ച് നോക്കിയപ്പോൾ 26-ാം തീയതി ഫ്രൈഡേ ലീവ് എടുത്താൽ മതി. മൺഡേ 6th ഒക്ടോബറിന് എൻ്റെ ലോഗിൻ ടൈമിന് മുമ്പ് ഞാൻ തിരിച്ചെത്തും. എന്നാൽ പിന്നെ റേറ്റ് നോക്കിയപ്പോൾ ഏകദേശം 40,000 രൂപയെ വരുന്നുള്ളൂ. ഒരു 2 മണിക്കൂറിൽ ഞാൻ തീരുമാനിച്ചു പോവാണ്, 2 കൽപ്പിച്ച് അങ്ങോട്ട് പോവാം. ഈ ട്രിപ്പിനെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിച്ചത്, ഈശ്വരാ നേപ്പാളിൽ ഇപ്പോൾ പ്രശ്നങ്ങളല്ലേ. പ്രശ്നങ്ങളാണ്. ഞാൻ ഈ ബുക്ക് ചെയ്യുന്ന സമയത്ത് നേപ്പാളിലേക്ക് ഒറ്റ ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും 2 കൽപ്പിച്ച് അങ്ങോട്ട് ബുക്ക് ചെയ്തു. 26-ാം തീയതി സെപ്റ്റംബർ 26-ന് വയ മുംബൈ കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റും, 6th ഒക്ടോബറിന് വയ ബാംഗ്ലൂർ കാഠ്മണ്ഡു ടു കൊച്ചിൻ ഫ്ലൈറ്റും. ഈ സംഭവങ്ങൾ ബുക്ക് ചെയ്തു. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ എൻ്റെ അവിടെ തന്നെ അങ്ങോട്ട് പൊട്ടി. പിന്നെ അതിന് പ്രിപ്പറേഷനായി. 2-3 ആഴ്ച ഞാൻ ഹെവി ഇൻറ്റൻസീവ് വർക്കൗട്ടായിരുന്നു. കാരണം അന്നപൂർണ ട്രക്കാണ്. ട്രക്കിന് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം. കുറച്ച് ആത്മവിശ്വാസം കൂടിയിരിക്കുന്ന സമയമാണ്. കാരണം ഒരു ഓൾ ഇന്ത്യ ഡ്രൈവ് ഒറ്റയ്ക്ക് നടത്തി വന്ന ആളല്ലേ. ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്തു. ഒരു സെപ്റ്റംബർ 18-ാം തീയതി ആയപ്പോഴത്തേക്കും ഹോസ്റ്റലുകാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, ഫെല്ലോ ട്രക്കേഴ്സിൻ്റെ ഒപ്പം. അതിനകത്തുള്ള ചെക്ക് ലിസ്റ്റ് കണ്ടു നോക്കിയപ്പോൾ ഒരു എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 26-ാം തീയതി രാവിലെ, സെപ്റ്റംബർ 26-ാം തീയതി രാവിലെ ഇവിടുന്ന് നെടുമ്പാശ്ശേരിക്കൊരു ഊബർ പിടിച്ചു പോയി. സാധാരണ പോലെ ലോഞ്ചിൽ നിന്ന് നല്ല സുഭിക്ഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ആസ്വദിച്ചിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ടെർമിനലിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ DC ബുക്സിൻ്റെ സ്റ്റോള്. വെറുതെ കയറി നടന്നു. അപ്പോഴാണ് അവിടെ അമീഷിൻ്റെ പുതിയ ബുക്ക്, ചോളാസിനെ പറ്റിയിട്ട്, സോംനാഥ് അമ്പലത്തിൻ്റെ പ്രതികാരം ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ബുക്ക്. എനിക്ക് ഇത്ര ഇൻട്രസ്റ്റിംഗ് തോന്നി. ആ ബുക്കിൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. കൊച്ചി ടു മുംബൈ സാധാരണ എയർ ഇന്ത്യ ഫ്ലൈറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എയർ ഇന്ത്യയിൽ ഫ്ലൈറ്റ് പോയിട്ട് ബോംബെയിൽ ഞാൻ എത്തുന്നത് രാവിലെ ഒരു 10 മണി. എൻ്റെ അടുത്ത ഫ്ലൈറ്റ്, കാഠ്മണ്ഡുവിലേക്കുള്ള ഫ്ലൈറ്റ് പൊങ്ങുന്നത് 5:30 മണിക്കാണ് കണക്ക്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ്, സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ബോംബെ ടെർമിനൽ 2 എയർപോർട്ടല്ലേ, ഇതല്ലേ വലിയ പുതിയ ടെർമിനലാണല്ലോ. നല്ല ലോഞ്ച് ഫെസിലിറ്റി എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ടെർമിനലിൻ്റെ അവിടെയൊക്കെ കറങ്ങി നടക്കാൻ നല്ല ഭയങ്കര ബുദ്ധിപരമായ ഐഡിയ ആയിരുന്നു. ടെർമിനലിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ട്രാൻസ്ഫറിൻ്റെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ, CSF പട്ടാളക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി 7 മണിക്കൂറില്ലേ, പുറത്തേക്ക് പോയിക്കൂടെ, ടെർമിനലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു തേങ്ങ ഉണ്ടാവില്ല. ഞാൻ കുഴപ്പമില്ല സാർ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം.
നല്ല പടുകൂറ്റ റക്സാക്കും എൻ്റെ ഡേ പാക്കും കൊണ്ട് ഞാൻ നേരെ ടെർമിനലിൻ്റെ അകത്ത് കയറി. നോക്കിയപ്പോൾ K2 കെ എന്നുള്ളൊരു സെക്ഷനിലാണ് റോയൽ നേപ്പാൾ എയർലൈൻസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ എത്യോപ്യൻ എയർലൈൻസിൻ്റെ ആൾക്കാരാണ് നിൽക്കണേ. ഒരു മനുഷ്യനുമില്ല നേപ്പാൾ എയർലൈൻസിൻ്റെ ആൾക്കാരാണെന്ന് ഒരു 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 ഇതുമില്ല. നമ്മളിത് ആദ്യമായിട്ട് കാണല്ലേ. അവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായേ 5 മണിയുടെ ഫ്ലൈറ്റിന് അവർ 2 മണിക്ക് കൗണ്ടറിൽ ആൾക്കാർ തന്നെ എത്തുള്ളൂ. പെട്ടില്ലേ? സമയം രാവിലെ 10:15 മണി, 2 മണി വരെ എന്ത് ചെയ്യും? അവിടെ ധാരാളം സീറ്റുകളൊന്നും എനിക്ക് ആദ്യം കാണാൻ കിട്ടിയില്ല. കിട്ടിയ ഒരു സീറ്റിൽ ഒരു കുറേ നേരം കൂടി ഇരുന്നു. കുറേ നേരം പുസ്തകം വായിച്ചു, കുറേ നേരം വീഡിയോസ് വായിച്ചു. മടുത്ത് മശങ്ങി നാറാണക്കല്ലെത്തി. പിന്നെ ഒരു 12 മണി ആയപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഒന്ന് കറങ്ങി. പിന്നെ അവസാനം ഇത്തിരി നല്ല റിലാക്സിങ് ആയാലും ചെയർ കിട്ടി. അത് ടെർമിനലിൻ്റെ ഒരു അറ്റത്താണ് കിട്ടിയത്. അവിടെ ആയപ്പോൾ നല്ല സീറ്റുകൾ കിട്ടി. ഫൈനലി 2 മണിയായപ്പോൾ ഞാൻ വീണ്ടും ഭാണ്ടക്കെട്ടൊക്കെ ആയിട്ട് ബുക്കിങ്ങിൻ്റെ ടെർമിനൽ കെയിലേക്ക് എത്തി. അവിടെ നോക്കിയപ്പോൾ നല്ല ക്യൂ ആയി കഴിഞ്ഞു. കാരണം നേപ്പാൾ എയർലൈൻസിൻ്റെ ആൾക്കാർ വന്നു. ഉടനെ ആ ഫ്ലൈറ്റിലത്തെ ആൾക്കാരൊക്കെ അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി. ക്യൂവിൽ നിന്നു വളരെ സാവകാശം സമാധാനമായിട്ടുള്ള രീതിയിൽ. അതായത് നമ്മൾ ഇൻഡിഗോയിൻ്റെ ലെവൽ എഫിഷ്യൻസി നമുക്കറിയാം. കംപ്ലൈൻ്റ് അല്ല, ഇറ്റ്സ് റിയലി വെരി എഫിഷ്യൻറ്റ്. എയർ ഇന്ത്യ അത്രയ്ക്കില്ല, എന്നാലും കുഴപ്പമില്ല. അവരെയൊക്കെ കടത്തി വിട്ടു. ഇവരുടെ ഇത് വളരെ കാഷ്വലായിട്ട് വലിയ എഫിഷ്യൻ്റ് ഒന്നും ആയിരുന്നില്ല അവർ. പക്ഷെ എന്തായാലും ഫ്ലൈറ്റ് കയറിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു ബ്ലാസ്റ്റ് ടു ദ പാസ്റ്റ് എന്നൊക്കെ പറയില്ലേ, കുട്ടിക്കാലത്ത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് പോയതിന് പ്രതീതിയെ കിട്ടി. ആ പഴക്കമുള്ള പ്ലെയിന്, ആ പഴക്കമുള്ള സീറ്റുകൾ, ആകത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആ ടൈപ്പ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ആൾക്കാർ പഞ്ഞിയും മിഠായിയൊക്കെ ഓഫർ ചെയ്യണത്. ഞാൻ കുട്ടിക്കാലത്ത് എയർ ഇന്ത്യൻ എയർലൈൻസിൽ പോകുമ്പോഴാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ പാസഞ്ചേഴ്സിനും പഞ്ഞിയും മുട്ടായും കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വീണ്ടും കാണാനുള്ള ഭാഗ്യം കിട്ടി. അതൊരു നല്ല ഇതായിരുന്നു. 5:30ക്കുള്ള ഫ്ലൈറ്റ് പിന്നെ ഫൈനലി ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ ഒരു 6:30 ആയി. ആൻഡ് ഫൈനലി 8:30ക്ക് എത്തേണ്ട നമ്മൾ എത്തിയത് ഒരു 9:30 ആയി. കാഠ്മണ്ഡുവിൽ ലാൻഡ് ചെയ്തപ്പോൾ കണ്ടു നല്ല പടുകൂറ്റം പട്ടണം. മുകളിൽ നിന്നുള്ള ലൈറ്റ്സ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള പട്ടണം. കാഠ്മണ്ഡു എയർപോർട്ടിലെത്തിയപ്പോൾ നമുക്ക് കുറേ കാലമായിട്ട് വെസ്റ്റിബ്യൂൾസോ അല്ലെങ്കിൽ ബസ്സിൽ പോയിട്ടുള്ള ശീലമാണല്ലോ. ഇത് സ്റ്റെപ്സിൽ നിന്ന് നേരെ ഇറങ്ങി നേരെ ടെർമിനലിലേക്ക് നടന്നു കയറുക. പണ്ട്, അതായത് ലാസ്റ്റ് ഞാൻ 2015 ഡെഹ്റാഡൂണിൽ പോയപ്പോഴത്തെ ഫീലിംഗ് ആയിരുന്നു. പിന്നെ പോയപ്പോഴത്തേക്കും 23 ഞാൻ പോയപ്പോഴത്തേക്കും അവിടെ പുതിയ ടെർമിനലായി, പുതിയ മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ ആയി. പക്ഷെ ആ പഴയ ഒരു നാടൻ ടെർമിനൽ, ഓൾഡ് ഫാഷൻ ടെർമിനലിൻ്റെ ഫീലായിരുന്നു എനിക്ക് കാഠ്മണ്ഡു എയർപോർട്ടിൽ കിട്ടിയത്. കാഠ്മണ്ഡു എയർപോർട്ടിൽ കയറി. പഴയ ഒരു കെട്ടിടം, ഒട്ടും വലുപ്പമില്ല, ആകെ ഒറ്റ ബാഗേജ് കൺവെയർ. അവിടെ നിന്ന് ബാഗ് ആദ്യം ഇപ്പോൾ കസ്റ്റംസും മറ്റു സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ. അതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ഇമിഗ്രേഷനും സാധനങ്ങളെല്ലാം കഴിഞ്ഞു. ബാഗേജ് വേണ്ടി കളക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ 2 ATM ഉണ്ട്. ഇപ്പം എന്തായാലും എനിക്ക് ക്യാഷ് വേണം. പോണതിന് മുമ്പ് ഞാൻ വലിയ പ്ലാനിങ് ആണ്. ഞാൻ ബോംബെയിൽ നിന്ന് നേപ്പാളീസ് കറൻസി മേടിക്കും, അല്ലെങ്കിൽ ഡോളേഴ്സ് മേടിക്കും, എന്നിട്ട് അത് വെച്ച് കൺവേർട്ട് ചെയ്യും. ഒന്നും നടന്നില്ല. അവസാനം അവിടെ ATM ബാഗേജ് കളക്ഷൻ്റെ അവിടെ തന്നെ 2-3 ATM കൗണ്ടർ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എന്തോ ഭാഗ്യത്തിന് വർക്ക് ചെയ്തു. അവിടെ നിന്ന് 10,000 നേപ്പാൾ റുപ്പീസ് എടുത്തു. ബാഗേജ് കളക്ട് ചെയ്തിട്ട് ഉടനെ ഞാൻ അവിടെ തന്നെ അവിടുന്ന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്ന വഴിയിൽ തന്നെ മൊബൈലിൻ്റെ കണക്ഷൻ കടകളൊക്കെ ഉണ്ട്. ഞാൻ എൻസെല്ലിൻ്റെ ഒരു കണക്ഷനാണ് എടുത്തത്. അവരുടെ ഒരു നേപ്പാളി 2000 രൂപയ്ക്ക് ഒരു 2 ആഴ്ച നല്ലൊരു eSIM കിട്ടി, നല്ലൊരു പാക്കേജും കിട്ടി. പിന്നെ അവിടെ നിന്ന് പ്രീപെയ്ഡ് ടാക്സി എടുത്തിട്ട് ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയി. ഇപ്പോൾ ഈ ഹോട്ടൽ എന്ന് വെച്ചാൽ സൺഷൈൻ ബോട്ടിക് ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇത് ഹോസ്റ്റലിലത്തെ ഒരാളെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനത് ബുക്ക് ചെയ്യണത്. ഞാൻ അവിടെ എത്തി. അപ്പോൾ അവിടെ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. പേയ്മെൻ്റ് എല്ലാം കൺഫർമേഷനാണ്. ഞാൻ അവിടെ എത്തുമ്പോൾ സമയം രാത്രി 10-10:15 മണി. ഞാൻ അവരുടെ തോന്നുന്നത്, സാർ ഇങ്ങനെ ഒരു ബുക്കിംഗ് ഉണ്ട്, ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ചു. അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ബുക്കിംഗ് ഇല്ല. എന്തെങ്കിലും ഡോക്യുമെൻ്റ് കാണൂ? ഇല്ല, ഞങ്ങളുടെ ഈ ബുക്കിംഗ് വന്നിട്ടില്ല, എന്ത് ചെയ്യണം?
അവൻ എൻ്റെ അടുത്ത് ചോദിക്കണം എന്ത് ചെയ്യണം, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഉള്ളിൽ നല്ല ദേഷ്യം കൂടി കയറി, കാരണം ടയർഡാണ്, തലേദിവസം രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഈ എക്സൈറ്റ്മെൻറ്റിൽ 12:30 മുതൽ ഉണർന്നിരിക്കുക, കഷ്ടിച്ച് 1 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് യാത്രയുടെ മുമ്പിൽ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ഉറക്കമില്ലായ്മയും സ്ഥിരമാണ്. ഇവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ദേഷ്യമുണ്ട്, പക്ഷെ ഞാനവിടെ കാമായിട്ട് പറയാണ്, ഞാൻ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയും. ഒരു 10 മിനിറ്റ് മുഖം നോക്കിക്കൊണ്ട് അവൻ്റെ പ്ലാറ്റിറ്റ്യൂഡ്സും ഞാൻ എൻ്റെ സ്റ്റഡിനെസ്സും കാണിച്ചു. അവസാനം പറയും, നിങ്ങൾ മേക്ക് മൈ ട്രിപ്പിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യും. ഞാൻ ഉടനെ മേക്ക് മൈ ട്രിപ്പിലത്തെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഈ സാധനം ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഹോട്ടലുകാർക്ക് ഈ ബുക്കിംഗ് കിട്ടിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ഞങ്ങൾ എസ്കലേറ്റ് ചെയ്യണം. എസ്കലേറ്റ് ചെയ്തിട്ട് അവർ ഇൻ്റർനാഷണൽ ഡെസ്കിൽ നോക്കി പറഞ്ഞു, ബുക്കിംഗ് കൺഫേം ആണല്ലോ, എല്ലാം ഓക്കെ ആണല്ലോ. ഞങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓക്കെ ആയിരിക്കും, ഇവിടെ ഹോട്ടൽ ബുക്കിംഗ് ഇല്ല, ഞാനിവിടെ ഇരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? അത് ഞങ്ങൾ ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഒരു 2-3 മണിക്കൂർ വരും, ഇവിടെ രാത്രി 10 മണിയായി, ഞാൻ ഇവിടെ പുറത്തിങ്ങനെ മഴയത്ത് വീട്ടിയിരിക്കണോ? അങ്ങനെ എനിക്ക് ഒന്നും വേണ്ട, നിങ്ങളിത് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് കിട്ടണം. ഞാൻ അത്രയും ചെയ്യേണ്ടുള്ളൂ. പിന്നെ ഞാൻ തീരുമാനിച്ചു, രണ്ടും കൽപ്പിച്ചു. അപ്പോൾ ഞാൻ ഇവന്മാരെ മേക്ക് മൈ ട്രിപ്പിന് ഞാൻ പച്ചയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടെയല്ലേ കാണിക്കണ്ടുള്ളൂ, ഈ ഹോട്ടലുകാരനടുത്ത് കാണിച്ചാൽ എൻ്റെ കാര്യങ്ങളും മോശവും. ഈ സംസാരം കേട്ടപ്പോൾ ഹോട്ടലുകാരോട്, സാറേ മേക്ക് മൈ ട്രിപ്പിന് കൊടുത്ത അതേ എമൗണ്ടിന് ഇവിടെ ബുക്ക് ചെയ്യാം. ഞങ്ങൾ സന്തോഷം, ഇപ്പം തന്നെ ഞങ്ങൾ പേയ്മെൻറ്റ് നടത്തി. സുഖമായിട്ട് റൂമിൽ കയറി ഫ്രഷായി ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഹോട്ടലുകാർ വീണ്ടും പറഞ്ഞു, അതെ സാറേ, ഞാൻ ഹോട്ടലുകാരായിട്ടൊന്ന് സംസാരിപ്പിക്കോ? ഒരു സംസാരിപ്പിക്കല്ലോ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് റൂം എടുത്ത് ഞാനിപ്പോൾ റൂമിൽ കയറിയിരിക്കുകയാണ്, ഐ ആം ടയേർഡ്, നിങ്ങൾ റീഫണ്ടിൻ്റെ കാര്യം എന്താ വെച്ചാൽ ചെയ്യാം, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് ഫർദർ. അവിടെ കോള് കട്ട് ചെയ്തു. അന്നത്തെ രാത്രി ശുഭം. പിറ്റേ ദിവസം രാവിലെ 27-ാം തീയതി രാവിലത്തെ ഹോട്ടലിൽ തന്നെ റൂം സർവീസൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, നല്ല ഒന്നാം തരം കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഞാൻ നേരെ ഒരു സാധാരണ ടാക്സി പിടിച്ചിട്ട് വീണ്ടും ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കാഠ്മണ്ഡു. അപ്പോൾ സോസ്റ്റലിൻ്റെ വാട്സപ്പ് ചാനൽ മുഖാന്തരം ഞാൻ 2 പേരായിട്ട് പരിചയപ്പെടേണ്ടായി. അവർ പറഞ്ഞു അവർ 27-ാം തീയതി രാവിലെ ഫ്ലൈറ്റ് എത്തും, എന്നിട്ട് അവർ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ ടാക്സിയിൽ ഷെയർ ഇടാനുള്ള താല്പര്യമുള്ള ആൾക്കാർ പറയൂ. ഞാൻ പറയും, എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ അവരുടെ ഒപ്പം ഷെയറിൽ വണ്ടിയിൽ കയറി. അവിടെ നിന്ന് ആദ്യം ഒരു തക്കാളി മീൽസ്, നേപ്പാൾ എയർപോർട്ടിൻ്റെ നേരെ മുമ്പിൽ ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഒരു പടുകൂറ്റൻ ഫുഡ് കോർട്ടും ഒക്കെ പോലെയാണ്, കുറേ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും എല്ലാം ഉണ്ട്. വണ്ടികളും ടാക്സികളും പാർക്ക് ചെയ്യാം. അപ്പോൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് നല്ല ഒന്നാം തരം നേപ്പാളി മീൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ആ ചോറിൻ്റെ ഒപ്പം മുകളിൽ നല്ല അടിപൊളിയായിട്ട് ചൂടാക്കിയുള്ള നെയ്യ് അങ്ങോട്ട് ഒഴിക്കും. അതിൻ്റെ ഉള്ളിൽ പരിപ്പും. അത് നമ്മുടെ നാടൻ ഭക്ഷണം തന്നെയാണ്, പക്ഷേ അത് നേപ്പാളി താലി മീൽസ് എന്നാണ് പറയാം. നല്ല സുഭിക്ഷമായിട്ട് ഊണ് കഴിച്ചു. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറായിട്ടുള്ളൂ, പക്ഷെ ഞാൻ വിചാരിച്ചു കഴിച്ചേക്കാം. കാരണം ഇനി ഇവിടുന്ന് പൊഖറ വരെ ടാക്സിയിൽ പോകണം, അവിടെ എന്ത് കിട്ടും എന്ത് കിട്ടില്ല എന്ന് ഒന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സമയത്ത് ഫുഡ് അടിക്കുക, അയ്യോ എനിക്ക് ഇന്ന സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലേ പണി പാലുവെള്ളത്തിൽ കിട്ടും. ആ ഡിസിഷൻ എൻ്റെ നന്നായി. കാരണം പൊക്കറയിലേക്ക് പോണ വഴിക്ക് ആദ്യമൊക്കെ നല്ല ഒന്നാന്തര 4 ലൈൻ ഹൈവേസ് എല്ലാം ഉണ്ട്, പിന്നെ റോഡില്ല, നല്ല തല്ലിപ്പുള്ളി റോഡ്, ഓഫ് റോഡ് ട്രാക്ക്, ഹെവി ട്രാഫിക്. നിരങ്ങി ഞങ്ങൾ അവസാനം ഒരു 8:30 പൊഖറ എത്തിയപ്പോഴത്തേക്കും. അത് കറക്റ്റ് 9 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായി. പൊഖറയിലെത്തി. ഇപ്പോൾ ഹോസ്റ്റലിലാണ് ഞങ്ങളെല്ലാവരും താമസിക്കണത്. ഇപ്പോൾ ഹോസ്റ്റലിൽ എനിക്ക് ഒരു ഡോർമെറ്ററി ബെഡാണ് കിട്ടിയത്. അപ്പോൾ 2 ലെവലായിട്ടുള്ള ബ്ലെഡിൽ 2 കാലിയാണ്, ഏത് വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ മുകളിലേക്ക് എടുക്കാം. അവിടെ പെട്ടിയും പണ്ടൊക്കെ വെച്ചിട്ട് ഞാൻ നേരെ ഇവരുടെ കഫേയിലേക്ക് പോയി ഭക്ഷണം കഴിക്കണ്ടേ. ഇപ്പോൾ 7 മണിക്കാണ് ട്രക്ക് ബ്രീഫിംഗ് ഉണ്ടാവുമെന്ന് പറയാം, അതൊക്കെ ഞാൻ മിസ്സായി. 8:30 ഞങ്ങൾ എത്തണേ. കഫേയിലെത്തി. അവിടെ നോക്കിയപ്പോൾ അതാ വേറൊരു പരിചയക്കാരൻ. ഗോകുൽ പറയുമേ അല്ലേ? അതെ. പറഞ്ഞു വരുമ്പോൾ ഇയാളുടെ വിഷ്ണു എന്നാണ് അയാളുടെ പേര്. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ ജൂനിയറായിരുന്നു ഭവൻസിൽ. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഹി ഹാസ് അപ്പാരൻ്റ്ലി നോട്ടീസ് മീ. ദാറ്റ് വാസ് എ വെരി വെൽക്കം സർപ്രൈസ്. അയാളുണ്ടായിരുന്നു, ആളുടെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു ബ്ലോഗർ ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഫ്രം നേപ്പാൾ. അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് കുറേ സംസാരിച്ചു, നല്ല ഒന്നാം തരം ദുഃഖ അടിച്ചു. ആൻഡ് ഫൈനലി ഞാൻ ഡോർമെറ്ററിലേക്ക് പോയി. കാരണം ഫുൾ റീപാക്ക് ചെയ്യണം.
പിറ്റേ ദിവസം രാവിലെ ട്രക്കിന് പോവല്ലേ, അപ്പോൾ ഫുള്ള് റീപാക്ക് ചെയ്തു, എല്ലാം റെഡിയാക്കി സുഖമായിട്ട് കിടന്നുറങ്ങി. എൻ്റെ രുദ്രാക്ഷമാല ഊരി വെച്ചു, സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ രുദ്രാക്ഷമാല കാണാനില്ല, എവിടെയോ ബെഡിൻ്റെ ഇടയിലോ എവിടെയോ പോയി. നല്ല ശുഭലക്ഷണം. ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ ഫ്ലഷ് ഡിം, അതായത് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി, ഒന്നും പോകുന്നില്ല. പിന്നെ തലേദിവസം തന്നെ ഞാൻ റൗണ്ട് അടിച്ച കാരണം എനിക്ക് മനസ്സിലായി പുറത്ത് ഔട്ട്ഡോറിൽ ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് പുറത്ത്, അവിടെ ലേക്കിൻ്റെ സൈഡിലാണ് ഈ ഹോസ്റ്റലിൻ്റെ പ്രോപ്പർട്ടി. നല്ല സുഖമായിട്ട് അവിടുത്തെ വെളിക്കല്ല പോയെ, വെളിയിലുള്ള ഒരു ടോയ്ലറ്റിൽ പോയിട്ട് കാര്യം സാധിച്ചു, ഫ്രഷായി. കുളിക്കാൻ ആലോചിച്ചപ്പോൾ നല്ല തണുത്ത വെള്ളം, അവിടെ ഗീസറും മണ്ണാങ്കട്ടയും ഒന്നുമില്ല. വേണ്ട, യാത്രയ്ക്ക് പോലെ മലയിലേക്ക് പോലെ ഇത്രക്കൊക്കെ വൃത്തി മതി. 7 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. ഞാൻ 7 മണിക്ക് എത്തി. ഒരു 7:30 ആയപ്പോഴത്തേക്കും എല്ലാവരും എത്തി. ഞങ്ങളൊരു 9 പേരുടെ ഗ്രൂപ്പാണ്, കുറച്ച് സായപ്പന്മാരൊക്കെ ഉണ്ട്. അതായത് ഞാനുണ്ട്, ഈ വിഷ്ണു എന്നുള്ള ഒരു മലയാളി, പിന്നെ ഒരു അമേരിക്കൻ മലയാളി ഉണ്ട്. മലയാളം അറിയില്ല, പക്ഷെ അവരുടെ പാരൻസ് മലയാളികളാണ്. അപ്പോൾ ഒരു മലയാളി സുപ്രീമസി എന്തായാലും ഉണ്ടായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ട്രക്കിൻ്റെ സ്റ്റാർട്ട് പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 സ്കോർപ്പിയോ വണ്ടികളാണുള്ളത്. സ്കോർപ്പിയോയുടെ വണ്ടിയിൽ, സ്കോർപ്പിയോയുടെ മുകളിൽ നമ്മുടെ ബാഗേജൊക്കെ ലോഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്ഥിരം ഫ്രണ്ട് സീറ്റ് അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഒരു 7:30 7:45 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യമൊക്കെ നല്ല റോഡായിരുന്നു, പിന്നെ ഫൈനലി ലാസ്റ്റ് ഒരു മണിക്കൂർ ഹെവി ഓഫ് റോഡ് ട്രാക്ക് സുഖമായിട്ട് അങ്ങോട്ട് എത്തി. നല്ല രസമായിട്ട് കുലുങ്ങി 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ ടാക്സി സ്റ്റോപ്പിലേക്ക് എത്തി. സാധനങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് പതുക്കെ ട്രക്ക് തുടങ്ങി.